താങ്ക് യു മിസ്റ്റർ സിനി പോത്തൻ. ഇങ്ങനൊരു അവസരം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഒരു ചെറിയ കാര്യമാണ്. കാരണം നമ്മളൊരിക്കലും ചെറിയ കാര്യത്തെ അവഗണിക്കരുത്. അല്ലെങ്കിൽ നമുക്കൊരിക്കലും സമയമില്ല എന്ന് പറയരുത്. അതൊരു എക്സ്ക്യൂസായിട്ട് നമ്മളൊരിക്കലും എടുക്കാൻ പാടില്ല. എല്ലാവർക്കും ധാരാളം സമയമുണ്ട്. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമുക്കതിന് സമയമുണ്ട്. വളരെ നിസ്സാരമായ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഏതാണ്ട് 45 വർഷം മുമ്പ് ഞങ്ങൾ ഡിട്രോയിറ്റിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ ഒരു പ്രത്യേകതരം ചീരയുണ്ടായിരുന്നു. അത് വളരെ അതിൻ്റെ ഇല തോരൻ വെക്കാനും മറ്റും വളരെ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അതിൻ്റെ ഒരു വിത്ത് കൂടെ ഹ്യൂസ്റ്റണിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കുറച്ച് വിത്തുകൾ കൂടെ കയ്യിൽ കരുതിയിരുന്നു. പക്ഷേ അതെങ്ങനെയോ മറന്നുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാക്ക് യാർഡിൽ ഹ്യൂസ്റ്റണിൽ ഞങ്ങൾ സ്പ്രിംഗ് ബ്രാഞ്ചിൽ താമസിച്ചിരുന്ന ഞങ്ങളുടെ ബാക്ക് യാർഡിൽ ഒരു ചെറിയ തൈ, ആ ചീരയുടെ തൈ മുളച്ചു വന്നു. അത് കണ്ടപ്പോഴേ എനിക്ക് വളരെ അതിശയം തോന്നി. അത് ഞങ്ങൾ കാര്യമായിട്ട് വളർത്തി. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴും അതിൻ്റെ തൈകൾ അവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടെ താല്പര്യം തോന്നി അതിൽ. അത് പിന്നീട് വളരെ വലിയ ഈ പ്രത്യേക ചീര വളരെ വലുതായിട്ട് വളരുന്നതാണ്, തഴച്ച് വളരുന്നതാണ്. സ്പ്രിങ് മാസങ്ങളിൽ ഹ്യൂസ്റ്റണിലെ സ്പ്രിങ് നമുക്കറിയാമല്ലോ, എല്ലാം വളരെ തഴച്ച് വളരും. നമ്മൾ നോക്കി നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചെടികളെല്ലാം വളർന്ന് പന്തലിക്കും. നമ്മൾ എന്ത് നട്ടാലും അത് വളരും. അതാണ് ഹ്യൂസ്റ്റണിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് മലയാളികൾക്ക് ജീവിക്കാൻ ഏറ്റവും നല്ല ഒരു സാഹചര്യമാണ് നമ്മുടെ ഹ്യൂസ്റ്റൺ നഗരത്തിലുള്ളത്. അതുകൊണ്ടാണ് ധാരാളം മലയാളികൾ ഇങ്ങോട്ട് കുടിയേറി പാർക്കുന്നതും. നമുക്ക് വേണ്ടുന്നത് എല്ലാം തന്നെ നട്ടുപിടിപ്പിക്കാൻ കഴിയും. നമ്മുടെ അടുക്കളത്തോട്ടങ്ങൾ, കൃഷിത്തോട്ടങ്ങളെല്ലാം തന്നെ ധാരാളം മലയാളികൾ നമ്മുടെ ചെടികളെല്ലാം തന്നെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചെറിയ ഒരു ചെടിയെ പറ്റിയാണ്. അത് വളർന്ന് പന്തലിച്ച് ഓരോ സ്പ്രിങ്ങിലും വളർന്ന് പന്തലിച്ച് ഒരു 3-4 മാസത്തേക്ക് അതിൻ്റെ ഇലകൾ നമുക്ക് കിട്ടും. പിന്നെ ധാരാളം പക്ഷികൾ അതിൽ വന്നിട്ട് അതിൻ്റെ ചെറിയ പഴങ്ങൾ തിന്നും. അത് കൊത്തിക്കൊണ്ട് പോകും. അത് നമ്മുടെ യാർഡിൽ മാത്രമല്ല, മറ്റു പല യാർഡുകളിലും ഇതിൻ്റെ കുറച്ച് ദൂര സ്ഥലങ്ങളിൽ പോലും ഇതിൻ്റെ തൈ വളർന്ന് കണ്ടിട്ടുണ്ട്. ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കായ്കളായി. അത് നമ്മുടെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വിത്ത് പടർന്നു പിടിക്കും. അതാണ് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം ബ്ലെസ്സിങ്സ് നമുക്കുണ്ടാകും. ഇത് ഒരു വളരെ ചെറിയ കാര്യം ഞാൻ പറഞ്ഞെങ്കിലും അതൊരു വെറും ഒരു ഉദാഹരണമാണ്. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ നമുക്ക് തരുന്ന ബ്ലെസ്സിങ്ങിനെ പറ്റി നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ചെറിയ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ശുഭമായി തന്നെ പര്യവസാനിക്കും. ഇതൊരു ചെറിയ ടോക്ക് മാത്രമാണ്. ഇനിയും മറ്റൊരു സന്ദർഭത്തിൽ മറ്റൊരു വിഷയത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെ അന്ന് എനിക്ക് കുറച്ച് ലീഫ് വന്നില്ലേ? അതെ. അത് എത്ര മാസം വളർച്ച എത്തിയ ചെടിയായിരുന്നു? ഒരു മാസം. ഒരു മാസം അതെ. സ്പ്രിങ് തുടങ്ങുമ്പോൾ ഇത് ചെറുതായിട്ട് മുളച്ചു വരും. അത് ഒരിക്കലും പോകുകയില്ല. എത്ര വിന്റർ ആണെങ്കിലും, എത്ര സ്നോ പെയ്താലും ഇതിൻ്റെ ഒരു റൂട്ട് മണ്ണിനടിയിലുണ്ടായിരിക്കും. അത് നമ്മൾ കവർ ചെയ്യുകയൊന്നും വേണ്ട. പക്ഷേ തണുത്ത പൊട്ടി മുളച്ചു വരും. അപ്പോൾ ഇനിയിപ്പോൾ 6 months ആയിട്ട് ലീഫ് എടുത്തോണ്ടിരിക്കാം. ഇനിയിപ്പം 6 months കിട്ടുകയില്ല, ഒരു 2-3 മാസം എടുത്തുകൊണ്ടിരിക്കാം.
അത് അപ്പോഴത്തേക്ക് അതിൻ്റെ പൂക്കളുണ്ടായി. ആ. ഇപ്പോൾ ഇപ്പം അതിന് കായ്കളുണ്ടാകും. പിന്നെ ആ കായ്കളിൽ നിന്ന് അരികളുണ്ടാകും. അതെ, അത് നട്ടു വളർത്തിയാൽ അടുത്ത വർഷത്തേക്ക് പിന്നെ നമുക്ക് പുതുതായിട്ട് വേണമെങ്കിൽ നടാം. ഒരിക്കൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പോകില്ല. ഓക്കെ താങ്ക് യു. ആൻറ്റി അങ്ങോട്ട് പോകും, നമുക്ക് അങ്ങോട്ട് പോകാം. അതെ അതെ അതെ.